ചോദിക്കുകയോ പ്രതീക്ഷിക്കുകയോ താഴ്മ കാണിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്താൽ അതാണ് പ്രാർത്ഥന ഇബാദത്ത് എന്നാണ് റഷീദ് റളിയല്ലാഹു പറഞ്ഞത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാന് മമ്പുറത്ത് സിയാറത്തിന് പോയി. അവിടെ പോയപ്പോ അവിടെ സ്വല്പം വെള്ളമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എണ്ണയുണ്ട്. ആ എണ്ണ എന്റെ ശരീരത്തിൽ ഞാനിങ്ങനെ പുരട്ടി. അപ്പൊ എന്റെ വിശ്വാസം എന്താ? മമ്പുറത്ത് തങ്ങളുടെ ജിവാറിൽ നിൽക്കുന്ന ഒരു എണ്ണയാണല്ലോ ഇത്, അതുകൊണ്ട് ഇതിന് ബറക്കത്തുണ്ടാകും. ആ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്റെ രോഗം സുഖപ്പെടുത്തും എന്ന് കരുതി ഞാൻ ഈ എണ്ണ എന്റെ ശരീരത്തിൽ പുരട്ടിയാൽ അത് ഇബാദത്താണ്. കാരണം മറഞ്ഞ നിലക്ക് ഒരു ഗുണം പ്രതീക്ഷിക്കലാണിത്. അതുകൊണ്ട് തേടിയിട്ടില്ലെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിലും ഇത് ശിർക്കാകുന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? റഷീദ് റളിയയുടെ വിശദീകരണത്തിൽ നിന്നും വ്യാഖ്യാനത്തിൽ നിന്നും കിട്ടിയതാ. എന്നാൽ ഇത് മുസ്ലിം മുഖ്യധാരയുടെ അഭിപ്രായമാണോ? അല്ല. എന്തുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. നോക്കൂ, ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇന്ന് പിളർപ്പന്മാർക്ക് അസ്വീകാര്യനായ റഷീദ് റളിയല്ലാഹു തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. ഈ നിർവചനം പിളർപ്പന്മാർ എന്ന് പറഞ്ഞത് മറ്റേ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞതാ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ചോദ്യങ്ങൾ വരുമ്പോ നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഏതായിരുന്നാലും സലാം സുല്ലമി എന്ന് പറയുന്ന ഇവരുടെ ഹദീസ് മുഹദ്ദിസായ ആൾ പറയുന്നു, ഇന്ന് മൗലവി ഗ്രൂപ്പ് തള്ളിക്കൊണ്ടിരിക്കുന്ന റഷീദ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം തന്നെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. വിഷയകമായി ഇബാദത്തിന് നിർവചനം പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഈ നിർവചനം സലഫുകളിൽ ഒരു പണ്ഡിതരെങ്കിലും പറഞ്ഞത് നമുക്ക് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു നിർവചനം സലഫുകളിൽ ആരും പറഞ്ഞിട്ടേയില്ല. അപ്പൊ ഇത് ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തതാണ്. മുസ്ലിം ലോകത്തെ ശിർക്ക് വൽക്കരിക്കുവാൻ വേണ്ടി, മുശ്രിക്കാക്കുവാൻ വേണ്ടി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ന്യായീകരണം എവിടെ നിന്ന് കിട്ടിയതാണ്? റഷീദ് റളിയയുടെ തഫ്സീറിൽ നിന്ന് കിട്ടിയതാണ്. റഷീദ് റളിയയുടെ തഫ്സീറിന് മുമ്പ് ലോകത്ത് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ആരും ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യധാരയുടെ ഒപ്പമാണോ ഇവരുള്ളത്? അല്ല. അല്ലെങ്കിലും ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ ഇസ്ലാമിൽ ശിർക്ക് മാത്രം, മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. മുസ്ലിമീങ്ങൾ മൊത്തമായും എപ്പോഴും ശിർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ പേടിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അത് ഏറ്റവും കൂടുതലായി പേടിക്കേണ്ട വിഷയമായിരുന്നു. എന്ത്? ശിർക്ക് ചെയ്യുക എന്നുള്ളത്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇമാം ബുഖാരി ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ച ഹദീസ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം. എന്തിനാ വല്ലാഹി പറഞ്ഞത്? പിന്നീട് ചില ആളുകൾ വരും നിഷേധിക്കാൻ വേണ്ടി എന്നതുകൊണ്ടായിരിക്കണം. വല്ലാഹി അല്ലാഹുവാണ് സത്യം. ഇന്നി തെർക്കീത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്നി അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ബലീഗായി, ഏറ്റവും ഫസീഹായി സംസാരിക്കുന്നയാളാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിഷേധികൾ ഇനിയും പലരും വരാനുണ്ട്. ഈ പറഞ്ഞ വിഷയത്തിനെ ധിക്കരിക്കുന്ന ആളുകൾ പലരും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഇന്നി ലസ്തു അഖ്ശ, ഞാൻ ഭയപ്പെടുന്നില്ല. അൻ തുശ്രികൂ, നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. ബഅദി, എന്റെ ശേഷം നിങ്ങൾ മുശ്രിക്കായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരാൾക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ശിർക്ക് സംഭവിക്കൂല എന്നല്ല, മുസ്ലിം മുഖ്യധാരയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അസ്സവാദുൽ ആളം ഇവർ പറയുന്ന ശിർക്ക്, ഇത് ശിർക്കാണെന്നുണ്ടെങ്കിൽ ലോകത്ത് മുസ്ലിമീങ്ങളിൽ 1%, 2% അല്ലാത്ത മുഴുവനും മുശ്രിക്കായി പോകണമായിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് സംഭവിക്കുമായിരുന്നുവെങ്കിൽ സ്വാദിഖുൽ മസ്തൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല, ലസ്തു അഖ്ശ അൻ തുശ്രികൂ ബഅദി. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയുമോ? അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നി അതഖവ്വഫു അലൈക്കും, ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. റജുലുൻ, ഒരു മനുഷ്യൻ. എന്താ മനുഷ്യന്റെ പ്രത്യേകത? ഖറഅൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിച്ചു. അവൻ ഖുർആൻ ധാരാളമായി പഠിച്ചു, ഓതുന്നുണ്ട്. ഹത്താ ഇദാ റുഇയ ബഹിജതുഹു അലാ വജ്ഹിഹി, അവന്റെ മുഖത്ത് ഖുർആന്റെ പ്രഭ, ഖുർആന്റെ സൗന്ദര്യം ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങി. വകാന റിദഅൻ ലിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിന്റെ സഹായിയും ഇസ്ലാമിന്റെ പ്രവർത്തകനുമായി. അങ്ങനെ ഇരിക്കെ അവൻ വലിയ ഇസ്ലാമിന്റെ പ്രവർത്തകനാണ്. ഖുർആൻ ധാരാളമായി ഓതുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അയാൾക്ക് മാർഗഭ്രംശം സംഭവിച്ചു പോകുന്നു. എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്? വഖറജ അലാ ജാരിഹിൽ മുസ്ലിമി ബിസൈഫിഹി,
പിന്നിട്ട് തീവ്രവാദിയായിക്കൊണ്ട് സൈഫ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സായുധനായിക്കൊണ്ട് അവൻ തന്റെ സഹോദരന്റെ നേരെ ചെന്നിട്ട് അവനെ ശിർക്ക് ആരോപിക്കുന്നു. അപ്പോ എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണ്? അവിടുന്ന് ഇങ്ങനെയുള്ള ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ശിർക്ക് ആരോപിക്കുന്ന ആളുകളെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ഏത് വിഭാഗമാണ്? ഇതാരാണ്? അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ട സംഗതി പുലർന്നു. എന്ന് പുലർന്നു? മഹാനായ അലി റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ പുലർന്നു. അവിടുന്ന് തുടങ്ങി. ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര പ്രസ്ഥാനങ്ങൾ ആരായിരുന്നു എന്നറിയുമോ? ഖവാരിജുകളായിരുന്നു. ആ ഖവാരിജുകളുടെ പണി എന്തായിരുന്നു എന്നറിയുമോ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ. ഈ ഖവാരിജുകളുടെ പരിപാടി എന്തായിരുന്നു? അവരുടെ ഏർപ്പാട് എന്തായിരുന്നു? ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ. കാഫിരീങ്ങളെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ, അതിലേക്ക് അവർ പോയി. എന്നിട്ട് വജാലുഹാ അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അത് ബാധകമാണ് എന്ന് അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ കാഫിറുകളുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ ഇൻതദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും തുടങ്ങിയ ആയത്തുകൾ. ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഖവാരിജുകളാണ് അതിന് തുടക്കം കുറിച്ചത്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രവചനം അതാ ഖവാരിജുകളിലൂടെ പുലർന്നു. ഖവാരിജുകളുടെ അനുയായികളിലൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറയാം. ഇനി wudu എടുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മുഖാമുഖം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ഇനി പ്രസംഗിച്ച് നീട്ടുന്നത് തീരെ ഉചിതമല്ല. ധാരാളം ആളുകൾ അവരുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് നിർത്താം. ജുമാ ജമാഅത്തിന്റെ വിഷയവും അതുപോലെ ജുമയുടെ രണ്ടാം ബാങ്കിന്റെ വിഷയവും തറാവീഹിന്റെ വിഷയവും ഇസ്തിഗാസയുടെ വിഷയവും ഒക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. എതിർപക്ഷത്തുള്ള ആളുകൾ ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലുമൊക്കെ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥയും അങ്ങനെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കുന്ന ഒരവസ്ഥയുമാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എ.പി. ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ കെ.വി. ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ പച്ചമലയാളത്തിൽ എഴുതുകയുണ്ടായി. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ ഇമാമാണ്. ഒരിക്കൽ ഹജ്ജിന് പോയ സമയത്ത് പ്രയാസമുണ്ടായപ്പോ വഴി തിരിയാതെയായ സമയത്ത് യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ് എന്ന് പറഞ്ഞ് അവിടുന്ന് സഹായം തേടുകയുണ്ടായി അള്ളാഹുവിന്റെ അടിമകളോട്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇസ്തിഗാസയെ കുറിച്ച് ധാരാളം കിതാബുകളിൽ പറയുന്നുണ്ട്. അവിടുത്തെ ശർഹുൽ ഖസീദത്തുൻ നഫ്സ് അതുപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ തുടങ്ങിയ പല കിതാബുകളിലും ഈ ഇസ്തിഗാസയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസയെ അംഗീകരിച്ച പണ്ഡിതനാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസയെ അംഗീകരിച്ചയാളാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം സുബക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഗാസയെ അംഗീകരിച്ചയാളാണ്. അതുപോലെ തന്നെ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇസ്തിഗാസയെ അംഗീകരിച്ചയാളാണ്. ഇങ്ങനെ ഓരോ